ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ലോകത്തിന്റെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെയും മധ്യത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് നിന്നെ ആരാധിപ്പാൻ ചേർന്ന് വരുന്നു. കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് കർത്താവ് തിരുമുഖത്തേക്ക് നോക്കുകയും നിന്നെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ആരാധന നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ആരാധിക്കുന്ന ഞങ്ങളെ കർത്താവയോട് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ആരാധന നിമിഷങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 33-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 33, ഗീതം 33. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദികൾക്കുള്ള പ്രകാരം തന്നെ ആമേൻ. ക്രിസ്തുവിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ നിന്ന് മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികാര്യങ്ങൾ ഞങ്ങൾ പ്രയോജനമുള്ളവരായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തീർക്കേണ്ടതിന് ഞങ്ങളെ ബുദ്ധിക്ക് ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമ്മായിരിക്കുന്ന ഇടങ്ങളിൽ മൗനമായി നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മിൽ നിന്ന് വന്നുപോയതായ പാപങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ നമുക്ക് വിനയമായി ഏറ്റുപറയാം. കാടകരുടെ പ്രാർത്ഥന നമുക്ക് ചേർന്നുകൊള്ളാം. സർവശക്തി മഹാകരുണയുള്ളവരായി തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും വന്നിരിക്കുന്നു. ഞങ്ങളുടെ നിസ്സാരങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന പ്രകാരം അനുഗ്രഹിക്കണമേ. മഹാകരുണായി നിന്റെ പരിശുദ്ധാമത്തിനായിട്ട് ഞങ്ങളെ സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തുവിനെ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോട് കൂടിയ കാര്യം കൊണ്ട് ഞങ്ങളെ അയച്ചുവിടണമേ. ദൈവജന ശുശ്രൂഷിക്കാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. സ്തുതിക്കപ്പെടട്ടെ. ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 to 17. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന്
നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകമാകുന്നു. നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്, ഞാൻ നിങ്ങളുടെയും മിസ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു. മിസ്രൈമിലെ കർഷകരിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറക. ഇങ്ങനെ ഒന്നാം പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 93-ാം സങ്കീർത്തനം. 93-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വഞ്ചനകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദ്യം എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ 19-ാം വാക്യം മുതൽ 29-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to St. John, chapter 20, verses 19 to 29. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, അവരുടെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവരായ ദിദിമോസ് എന്ന തോമാസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുതിൽ കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമാസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നാം കേട്ടത് ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങൾ 136-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 136.
വചനത്തിന്റെ ഉടയവനും അധിപനുമായ നാഥ, ഈ പ്രഭാതത്തിൽ വചനത്തിന് വേണ്ടി നിന്റെ മുൻപാകെ ഞങ്ങൾ ഇരിക്കുന്നു. തളർന്നതായ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവേ, നിന്റെ വചനത്തിന്റെ ബലം നൽകണമേ. നിറയുന്നതായ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നീ തുടച്ചു കളയണമേ. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ശോധന ചെയ്യുന്ന നിന്റെ വചനം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയങ്ങളിൽ എഴുതി നിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. സഭയായി ഒരിക്കൽ കൂടി നമുക്ക് വചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഏപ്രിൽ മാസം 14-ാം തീയതിയോടുകൂടി നമ്മുടെ രാജ്യത്തെ ലോക്ക്ഡൌൺ അവസാനിക്കും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതായ സാമൂഹ്യ സാഹചര്യം, COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വ്യാപനം അതിന് അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് മെയ് മാസം 3-ാം തീയതി വരെ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുവാൻ, നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കുവാൻ നാം ഓരോരുത്തരും നിർബന്ധിതരാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചകളിലെ പോലെ തന്നെ ഭവനങ്ങളിലായിരുന്ന് നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഈ ഞായറാഴ്ചയിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് ദൈവ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നമ്മുടെ ചിന്തകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19 മുതൽ 29 വരെയുള്ള വേദഭാഗമാണ്. നാം സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് തോമസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ആ വേദഭാഗത്ത് നിന്ന് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഇന്നത്തെ വചനചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് അറിയപ്പെട്ടുള്ളത് വെച്ച്, കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈ വേദഭാഗത്ത് തോമസ് അപ്പോസ്തലൻ നടത്തുന്നത്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ളതായ വിശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ സാക്ഷ്യ പ്രഖ്യാപനം. അതിനെ അധികരിച്ചുകൊണ്ട് തോമസ് അപ്പോസ്തലന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ തോമസ് അപ്പോസ്തലന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത് 12 ഇടങ്ങളിലാണ് പരാമർശിച്ചിരിക്കുന്നത്. അതിൽ മർക്കോസ്, ലൂക്കോസ്, മത്തായി സുവിശേഷങ്ങളിൽ ഓരോ തവണയും, അപ്പോസ്തല പ്രവൃത്തികൾ ഒരു തവണയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി 8 തവണയും തോമസ് അപ്പോസ്തലനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തോമസ് അപ്പോസ്തലനെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് യോഹന്നാൻ സുവിശേഷകനാണ്. നമ്മളിന്ന് വായിച്ച വേദഭാഗത്തിലും തോമസുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് തോമസിനെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി നൽകുന്നത് യോഹന്നാൻ സുവിശേഷകനാണ്. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് തോമസ് അപ്പോസ്തലനുമായി ബന്ധപ്പെട്ട് സാധാരണ കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ ഈ വാക്കുകളെ അവസാനിപ്പിക്കാം. സാധാരണ നാം കേൾക്കുന്നതായ വാക്കാണ്, അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കുന്നതായ ഒരു പ്രയോഗം തന്നെയാണ് ഡൗട്ടിംഗ് തോമസ്, സംശയാലുവായ തോമസ്. കർത്താവിനെ സംശയിച്ച, കർത്താവിന് അത്രത്തോളം വിശ്വാസമില്ലാതിരുന്ന തോമസ് എന്നൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഓരോ തരത്തിൽ ഓരോ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ സാന്നിധ്യത്തിലേക്കൊന്നും പ്രവേശിക്കാതെ ഇന്ന് ചില അറിവുകൾ, ചില ചിന്തകൾ നിങ്ങളുമായിട്ട് തോമസുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. തോമസ് നമ്മൾ തള്ളിക്കളയുന്നിടത്തോളം, നമ്മൾ സംശയിക്കുന്നിടത്തോളം, നമ്മൾ മാറ്റി നിർത്തുന്നിടത്തോളം മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് തോമസിനെ പരിചയപ്പെടുത്തുന്ന, യോഹന്നാൻ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്ന ഇടങ്ങൾ വളരെ മനോഹരമായ 2 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കുന്ന അനുഭവവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നുണ്ട്, നിനക്ക് അപകടമുണ്ട്, നീ പോകുന്ന ഇടത്ത് നിനക്ക് അപകടമുണ്ട് എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തോമസിന്റെ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വാക്കാണ്. Let us go with him so that we may die with him. നമുക്ക് അവനോടുകൂടെ പോകാം, അവനോടുകൂടെ നമുക്ക് മരിക്കാം.
ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാൻ തയ്യാറാകുന്ന ധൈര്യശാലിയായ തോമസിനെയാണ് ഇവിടെ യോഹന്നാൻ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വഴിയെപ്പറ്റി പറയുകയാണ്. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങളും വരണമെന്ന് പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട്, കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? കപടതകളൊന്നുമില്ലാത്ത വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ തോമസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവൻ അറിയാത്ത കാര്യങ്ങൾ അവൻ അറിയുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞാൻ എങ്ങനെ അറിയുമെന്ന് കർത്താവിനോട് തുറന്നു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ സംശയാലു എന്ന് പറയുന്നതായ തോമസ് ആദ്യം മുതലേ സംശയങ്ങൾ ചോദിക്കുവാനായിട്ട് തയ്യാറുള്ള ഒരു മനസ്സായിരുന്നു, ധൈര്യശാലിയായ ഒരു മനസ്സായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോഴും തോമസിനെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് ഒരു പ്രത്യേക അനുഭവത്തിലാണ്. അവിടെ പറയുന്നു 20-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകാറായപ്പോൾ അല്ലെങ്കിൽ വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരുന്നു. അതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ വളരെ ഭീതികരമായ ഒരു സാഹചര്യത്തിലൂടെ പേടിച്ച് ഭയപ്പെട്ട് ഒരു മുറിക്കുള്ളിൽ വാതിലടച്ച് സമാധാനമില്ലാതെ അസ്വസ്ഥരായി ഇരിക്കുന്ന സാഹചര്യമാണ്. അവരുടെ മധ്യത്തിലേക്കാണ് അതിനെ പ്രത്യേകം ഓർപ്പിക്കുന്നത്. വാതിൽ അടച്ചിരിക്കെ അവരുടെ മധ്യേ ക്രിസ്തു വന്ന് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഈ സമയത്ത് തോമസ് അവരോടുകൂടെ ഇല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ തകർക്കപ്പെട്ടിരുന്നു. മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ അവൻ മുറിവേറ്റവനായിരുന്നു. അവൻ വല്ലാതെ തകർന്ന് ഉടഞ്ഞിരുന്നു. പക്ഷേ വചനം ഓർപ്പിക്കുന്നു, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യ സമൂഹത്തോടുകൂടെ ആരില്ലായിരുന്നു? തോമസ് ഇല്ലായിരുന്നു. അതൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. അവനോടുകൂടെ മരിക്കാൻ പോകാൻ തയ്യാറായതായ തോമസ് അപ്പോസ്തലൻ ഈ സാഹചര്യത്തിൽ ശിഷ്യന്മാരോട് കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റ് ശിഷ്യന്മാർ ഭയപ്പെട്ട് കതകടച്ച് ഇരുന്നത് പോലെ ഭയപ്പെട്ടിരിക്കുവാൻ അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുവാനായിട്ട് തോമസ് കഴിയുന്നില്ല. തോമസ് അവൻ പുറത്താണ്. യഹൂദന്മാരെ പേടിച്ച് അടച്ചിരിക്കുവാനായിട്ട് ഒരുപക്ഷെ തോമസിന് കഴിയുന്നില്ല. തോമസ് പുറത്തേക്ക് ഇറങ്ങുന്നു. തോമസ് മറ്റ് ലോകത്തിലായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവൻ തകർക്കപ്പെട്ടവനായിരുന്നു, അവൻ മുറിവേറ്റവനായിരുന്നു. പക്ഷേ അവൻ ഈ പേടിച്ചിരണ്ടോറ കൂട്ടത്തിൽ നമുക്ക് തോമസിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ തോമസ് വ്യത്യസ്തനാകുകയാണ്. അവൻ മറ്റുള്ളവർ ചിന്തിക്കുന്ന വഴിയിൽ നിന്നും മറ്റുള്ളവർ നടക്കുന്നതായ വഴിയിൽ നിന്നും മാറി നടക്കുന്ന ഒരാളായിട്ട് തോമസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ഇന്ന് ഈ COVID-19 രോഗത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഭാരത്തോടും വ്യസനത്തോടും ഒക്കെ ആയിരിക്കുമ്പോൾ നാം ഭയപ്പാടോടുകൂടി ഇരിക്കുകയാണ്. ഇന്ന് ഈ ശിഷ്യന്മാർ കതകടച്ചിരുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് കതകടച്ച് ഭയപ്പെട്ട് അകത്തിരിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ COVID-19 പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലായിരുന്നുകൊണ്ട് വ്യത്യസ്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് നാം മറന്നുപോകരുത് എന്ന് ഈ സമയത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവിടേക്ക് വരുമ്പോൾ തോമസ് ഇങ്ങനെ ഒരു പ്രയാണത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ തോമസ് പുറത്തായിരുന്നു. പക്ഷെ ഈ തോമസിന്റെ പുറത്തേക്കുള്ളതായ പോക്ക് അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് മാറിയുള്ള അവന്റെ നിൽപ്പ് അവൻ ഈ സാഹചര്യത്തിന്റെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താണ് അവനുണ്ടാക്കുന്ന നഷ്ടം? ആ വേദഭാഗം ഇപ്രകാരം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് പറഞ്ഞിട്ട് കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് തോമസിന് ഇവിടെ മിസ്സായത്? തോമസിന് ഈ കൂട്ടായ്മയിൽ നിന്നും മാറി നിന്നപ്പോൾ തോമസിന് നഷ്ടമായത് നാം ഈ വായിച്ചതൊക്കെയാണ്. ഒന്ന്, തോമസ് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന കർത്താവിന്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. രണ്ട്, കർത്താവ് അവർക്ക് നൽകിയതായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ തോമസിന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല.
അവിടെ കർത്താവ് അവർക്ക് നൽകിയതായ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ച് അവർക്ക് നൽകിയതായ സമാധാനം തോമസിന് അവിടെ പ്രാപ്യമായിട്ട് തീരുന്നില്ല. ദൈവം അവർക്ക് നൽകിയതായ ഉത്തരവാദിത്തം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനിതാ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതായ ആ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവം തോമസിന് നഷ്ടമായി തീരുകയാണ്. അവിടെ അവൻ നൽകിയതായിട്ടുള്ള പ്രൊവിഷൻസ്, ദൈവം അവർക്ക് നൽകിയതായിട്ടുള്ള പ്രൊവിഷൻസ്, അത് ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ആ ഒരു വലിയ ദാനം, അനുഗ്രഹത്തിന്റെ ദാനം, അതും നമുക്ക് തോമസിന് അവിടെ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ആയിരിക്കുമ്പോൾ സാധാരണ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഇനി എന്തിനാ പോകുന്നത്? ഓൺലൈനിൽ കുർബാന ഉണ്ടല്ലോ, ഒത്തിരി കുർബാന ഒരു ദിവസം കാണാമല്ലോ, ഒത്തിരി അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കാമല്ലോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങനെയെങ്കിൽ ഇനി ഈ കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? ഈ കൂട്ടായ്മ എന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, അസമാധാനത്തിലായിരുന്ന, അല്ലെങ്കിൽ പ്രാണഭയത്തിലായിരുന്ന, നൊമ്പരത്തിലായിരുന്ന, പ്രയാസത്തിലായിരുന്ന ഒരു ചെറുകൂട്ടം, കർത്താവ് തിരഞ്ഞെടുത്തതായ 10 പേരടങ്ങുന്ന ഈ ചെറുകൂട്ടത്തിനെയാണ് ഒരുമിച്ചാണ് ദൈവം അവരെ വിളിച്ചത്, ദൈവം അവരെ തിരഞ്ഞെടുത്തത്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഒരുമിച്ചാണ് ദൈവം അവരെ എക്വിപ്പ് ചെയ്തതെന്ന് നാം മറന്നുപോകരുത്. അതുകൊണ്ട് അവർക്ക് ദൈവം, അല്ലെങ്കിൽ കർത്താവ് സമാധാനം ആശ്വസിക്കുന്നു, ദൈവം നിയോഗങ്ങൾ അവർക്ക് നൽകുന്നു, പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്നു, പുതിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഫലമേൽപ്പിക്കുന്നു. എല്ലാം ഈ കൂട്ടത്തെയാണ്, ചെറുകൂട്ടത്തെയാണ് കർത്താവ് ഫലമേൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവീകമായ ഉത്തരവാദിത്തം നിറവേറ്റുവാനുള്ള ദൗത്യം ദൈവം ഈ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയിലാണ്, ചെറു കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം നൽകുന്നതായ ഉറപ്പാണ്, ദൈവം നൽകുന്നതായ ഒരു ആശ്വാസമാണ്. പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, എവിടെയാണ് ദൈവം? ഈ വേദനകളുടെ മധ്യേ എവിടെയാണ് ദൈവം? ഈ COVID-19 മധ്യേ എവിടെയാണ് ദൈവം? ഈ വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ മധ്യേ എവിടെയാണ് ദൈവം? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വിശ്വാസം യഥാർത്ഥത്തിൽ ഹൃദയത്തിലേറ്റെടുത്ത്, യഥാർത്ഥമായി ഈ വിശ്വാസം ഉള്ളിലേറ്റെടുത്ത് ക്രിസ്തു എവിടെയാണെന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ക്രിസ്തു എവിടെയാണ് എന്നുള്ളതിന് യഥാർത്ഥമായ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഒരിക്കലും സംശയമുണ്ടാകാനായിട്ട് ഇടയില്ല. നമുക്കറിയാം, യേശു എന്നും വേദനിക്കുന്നവരോടൊപ്പമായിരുന്നു. മിസ്രയീമിലെ ജനതയുടെ വേദനയോട് താതാത്മ്യപ്പെട്ടതായ ദൈവം മുൾപ്പടർപ്പിൽ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് ലോകം അനുഭവിക്കുന്നതായ ഈ വ്യഥയുടെ മധ്യത്തിൽ കർത്താവായ യേശു ICUവിലുണ്ട്, കർത്താവായ യേശു ക്രിസ്തു വെന്റിലേറ്ററിലുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ചില ഡോക്ടേഴ്സിലൂടെ ജീവിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ചില നഴ്സുമാരുടെ കരങ്ങളിലൂടെ ശുശ്രൂഷിക്കുന്നു. അവൻ വന്നത് ശുശ്രൂഷ അനുഭവിപ്പാനല്ല, അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും. നാം അനുഭവിക്കുന്നതായ ഈ മഹാമാരിയുടെ മധ്യേ, നാം അനുഭവിക്കുന്നതായ പ്രയാസത്തിന്റെ മധ്യേ കർത്താവ് നൊമ്പരപ്പെടുന്നവരോട് കൂടെയുണ്ട്. അവൻ ആശുപത്രികളിലുണ്ട്, അവൻ ആരോഗ്യ പ്രവർത്തകരോട് കൂടെയുണ്ട്, അവൻ കമ്മ്യൂണിറ്റി കിച്ചണിലുണ്ട്, അവനൊരു വിളമ്പുകാരനായി, അവനൊരു വെയ്പ്പുകാരനായി, അവനൊരു ശുശ്രൂഷക്കാരനായി, അവനൊരു ഡോക്ടറായി, അവനൊരു നേഴ്സായി ഇതാ നമ്മുടെ ചുറ്റിലും നമ്മുടെ ഇടയിലും അവൻ ജീവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ COVID-19 നമ്മുടെ വിശ്വാസത്തിൽ അബലമായി തീരാനുള്ള ഒരു സാഹചര്യമല്ല, മറിച്ച് ഈ COVID-19 നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന അനുഭവമായിട്ട്, നാം സംശയാലുവായിട്ടിരിക്കുമല്ല, മറിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനോട് കൂടെ ബലപ്പെടുന്ന, ക്രിസ്തു എവിടെയായിരിക്കുന്നു തിരിച്ചറിയുന്ന അനുഭവം. അവൻ തന്നെ പറഞ്ഞു, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശന്നവനായിരുന്നു, ഞാൻ ദാഹിച്ചവനായിരുന്നു. അവിടെയൊക്കെ നിങ്ങൾ ചെയ്ത ശുശ്രൂഷകളാണ് ദൈവത്തിന് നിങ്ങൾ ചെയ്ത ശുശ്രൂഷകളെന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നൊമ്പരങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന ജനതയോടൊപ്പമാണ് കർത്താവ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. തോമസിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. കർത്താവ് പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് അവിടേക്ക് വരുന്ന തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. തോമസിനോട് ശിഷ്യന്മാര് പറയുന്നു, മറ്റുള്ളവർ പറയുന്നു, കർത്താവിനെ ഞങ്ങൾ കണ്ടു, കർത്താവിനെ ഞങ്ങൾ കണ്ടു. അവിടെയാണ് നമുക്കൊക്കെ സംശയം ഉണ്ടാക്കുന്ന പ്രസ്താവന ആര് പറയുന്നു? തോമസ് പറയുന്നു, കർത്താവിനെ കണ്ടോ? എങ്ങനെ സാധ്യമായിട്ട് തീരും? ഞാനത് വിശ്വസിക്കണമെങ്കിൽ അവന്റെ വിലാപ്പുറങ്ങളിൽ കൈയിട്ടിട്ടും അവന്റെ കയ്യിലെ ആണിപ്പടിയിൽ വിരലിട്ടിട്ടുമല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തോമസിന് ഇത് സംശയത്തെക്കാൾ ഉപരിയായിട്ട്, അല്ലെങ്കിൽ തോമസ് പറയുന്ന സംശയത്തെക്കാൾ ഉപരിയായിട്ട് അവന്റെ വിശ്വാസ പ്രഖ്യാപനമായിട്ട്, അവന്റെ കൺവിക്ഷനായിട്ട് നമുക്ക് അവരെ കാണാനായിട്ട് കഴിഞ്ഞുകൂടി. കാരണം എന്താ?
അവൻ മനസ്സിലാക്കുന്നത്, അവൻ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നത് ഈ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ അവര് കർത്താവിന്റെ മറ്റു ചിത്രങ്ങളൊന്നുകൂടെ പറയുന്നില്ല, കർത്താവിനെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തോമസ് അവിടെ പറയുന്നത് എന്റെ ക്രിസ്തു, മൈ ക്രൈസ്റ്റ്, ഹി ഈസ് എ വൂണ്ടഡ് ക്രൈസ്റ്റ്. എന്റെ ക്രിസ്തു എന്ന് പറയുന്നത് മുറിവേറ്റതായ ക്രിസ്തു. അതാണ് അവന്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, അവന്റെ സംശയത്തെക്കാൾ ഉപരിയായിട്ട് അവന്റെ കൺവിക്ഷനാണ് അവനോട് പ്രഖ്യാപിക്കുന്നത്. ഈ ക്രിസ്തു എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നതായ, ഞാൻ അറിയുന്നതായ ക്രിസ്തു എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി അടിയേറ്റവനാണ്, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടി ചങ്ക് തകർക്കപ്പെട്ടവനാണ്. അവൻ ഓർക്കുന്നത് അവന്റെ കരങ്ങളിലെ മുറിവും അവന്റെ വിലാപ്പുറത്തെ മുറിവുമാണ്. ആ മുറിവുകളാണ് എന്റെ വിശ്വാസത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തോമസ് ഒരു നിർബന്ധം പിടിക്കുക, ഞാൻ അവന്റെ മുറിവുകൾ കണ്ടിട്ടല്ലാതെ, അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടല്ലാതെ, അവന്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നത് അവന്റെ ഒരു കൺവിക്ഷനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ റെസ്പോൺസിലേക്ക് നമുക്ക് വരാം. അവന്റെ സംശയമായിരുന്നുവെങ്കിൽ, അവന്റെ വലിയ നിർബന്ധമായിരുന്നെങ്കിൽ കർത്താവ് അവന്റെ നിർബന്ധത്തിന് വഴങ്ങുകയില്ല. പക്ഷെ കർത്താവിനെ ശാസിക്കുന്നുണ്ട്, തോമസിനെ ശാസിക്കുന്നു. പക്ഷേ ശാസിച്ചതിന് ശേഷം അവന്റെ നിർബന്ധത്തിന്, തന്റെ ശിഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങുന്നതായ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കർത്താവിന് നമ്മളെക്കാൾ ഉപരിയായിട്ട് ആരെ അറിയാം? ഈ തോമസിനെ അറിയാം. കർത്താവ് ഈ തോമസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ വരിക, എന്റെ മുറിവുകളിൽ കൈയിടുക, നീ എന്റെ മുറിവുകളിൽ സ്പർശിച്ച് എന്നെ അറിയാനായിട്ട് തോമസിനോട് അവന്റെ നിർബന്ധത്തിന് വഴങ്ങുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷേ തോമസ് അവന്റെ മുറിവുകളിൽ കൈയിടുന്നില്ല. അവനെ കണ്ട മാത്രയിൽ തോമസ് പ്രഖ്യാപിക്കുന്നതായ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, എനിക്ക് നിന്റെ മുറിവുകളിൽ സ്പർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്റെ കൺവിക്ഷൻ, നേരത്തെ പറഞ്ഞ കൺവിക്ഷൻ ഉണ്ട്, അത് ഞാനിവിടെ പ്രഖ്യാപിക്കാം. എന്താ? എന്റെ കർത്താവ് മുറിവേറ്റ കർത്താവാണ്. എന്റെ രക്ഷ സാധ്യമാക്കിയത് അവന്റെ മുറിവുകളിലൂടെയാണ്. അവന്റെ മുറിവുകൾ കാണുമ്പോൾ അവിടെ പ്രഖ്യാപിക്കുകയാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇതുവരെ കർത്താവിന് ദൈവമെന്ന് ആരും ഏറ്റു പറഞ്ഞില്ല. ഇവിടെ തോമസ് ഏറ്റു പറയുകയാണ്, യു ആർ മൈ ലോർഡ്, എന്റെ കർത്താവാണ്, മൈ ഗോഡ്, എന്റെ ദൈവവുമാണ്. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം ഈ തോമസ് നടത്തുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു ശാഠ്യങ്ങളിലേക്കും നിർബന്ധങ്ങളിലേക്കും ഒക്കെ കർത്താവ് പലപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലേ? എന്റെ പിടിവാശിക്ക് മുൻപാകെ, എന്റെ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് മുൻപാകെ, എന്റെ നിർബന്ധങ്ങൾക്ക് മുൻപാകെ, ശാഠ്യങ്ങൾക്ക് മുൻപാകെ കർത്താവ് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫോർമേഷൻ, കർത്താവിന്റെ ശരീരത്തിന് അല്ലെങ്കിൽ കർത്താവിനുണ്ടായതായ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി ഉള്ള ട്രാൻസ്ഫോർമേഷൻ വിത്ത് എ കണ്ടിന്യൂറ്റി. കർത്താവ് ഈ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, പലയിടങ്ങളിൽ ശിഷ്യന്മാർക്ക് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഒന്നുകിൽ അവരുടെ കണ്ണ് നിരോധിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഉണ്ടാകാം. പലയിടങ്ങളിലും കർത്താവ് യേശുക്രിസ്തുവിനെ ആദ്യം തിരിച്ചറിയുവാനായിട്ട് ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. പക്ഷേ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത്, ശിഷ്യന്മാർ അവനെ തിരിച്ചറിയുന്നതും അവന്റെ മുറിവുകളിലൂടെയാണ്, അവന്റെ ഊൺസിലൂടെയാണ് കർത്താവിനെ പലപ്പോഴും ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് കർത്താവിനുണ്ടായ, അവന്റെ ജീവിതത്തിലുണ്ടായ, അവന്റെ ശരീരത്തിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ദർ ഇസ് എ കണ്ടിന്യൂറ്റി. ആ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മുറിവുകളുടെ കണ്ടിന്യൂറ്റിയാണ്, ഊൺസിന്റെ കണ്ടിന്യൂറ്റിയാണ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഏറ്റെടുത്തതായ മുറിവുകളുടെ തുടർച്ചയാണ് എനിക്ക് അവനെ തിരിച്ചറിയുവാനുള്ള ഒരു ഏകകം അല്ലെങ്കിൽ അളവ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് കർത്താവിനെ തിരിച്ചറിയാനുള്ള അടയാളം അവൻ എന്റെയും നിങ്ങളുടെയും പേരിൽ ഏറ്റെടുത്തതായ മുറിവുകളാണെങ്കിൽ, കർത്താവിനെ ഞാനും നിങ്ങളും കാണുമ്പോൾ അവന് വേണ്ടി ഏറ്റെടുത്തതായ മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവൻ എനിക്ക് വേണ്ടി പരിക്കേറ്റുവെങ്കിൽ, അവൻ എന്നെ കാണുന്നതായ നാളിൽ, അവൻ എന്നെ ആഗ്രഹിക്കുന്ന നാളിൽ, അവൻ എന്നോട് ചോദിക്കുന്ന നാളിൽ അവന് വേണ്ടി എനിക്ക് നൽകാൻ എന്ത് പരിക്കുകളാണ്, എനിക്ക് കാണിക്കുവാൻ എന്ത് പരിക്കുകളാണുള്ളത്? പലപ്പോഴും പരിക്കേൽക്കാതെ രക്ഷപ്പെടാനുള്ള അധ്വാനമാണ് നമ്മുടെ ജീവിതമൊക്കെ. എന്നാൽ ഓർക്കേണ്ടതുണ്ട്, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും പിന്തുടരുമ്പോൾ ഓർക്കേണ്ടത്, ഞാനും നിങ്ങളും പിന്തുടരുന്നത് പരിക്കേറ്റ കർത്താവിനെയാണ്, വൂണ്ടഡ് ക്രൈസ്റ്റ്, ഒരു മുറിവേറ്റ ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും അനുധാവനം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിത യാത്രയിലും മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന തോമസ് പ്രസ്താവിക്കുന്ന പോലെ നമ്മളും പ്രസ്താവിക്കുമ്പോൾ നിശ്ചയമായും നാം പരിക്കേൽക്കപ്പെടും, നിശ്ചയമായും നമുക്ക് പരിക്കേൽക്കപ്പെടും. പിന്നീടുള്ള യാത്രയിൽ തോമസിന് പരിക്കേൽക്കുന്ന പോലെ, പിന്നീടുള്ള യാത്രയിൽ ഈ ശിഷ്യന്മാർക്ക് പരിക്കേൽക്കുന്നത് പോലെ, പിന്നീടുള്ള യാത്രയിൽ ശിഷ്യന്മാർക്ക് ജീവനും ജീവിതവും ഒക്കെ ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വരുന്നുവെങ്കിൽ
ഈ ജീവിതയാത്രയിൽ നമുക്ക് ഉണ്ടായതായ പരിക്കുകൾ എവിടെയാണ്, നമുക്കുണ്ടായതായ മുറിവുകൾ എവിടെയാണ്? ക്രിസ്തുവിന് എന്നെ തിരിച്ചറിയുവാൻ, എനിക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ ഈ പരിക്കുകളാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഒരു സംശയാലുവായ തോമസ് എന്നതിന് അപ്പുറമായിട്ട് അവന്റെ കൺവിക്ഷനിൽ നിന്ന് വരുന്നതായ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കും ഈ COVID-19 പശ്ചാത്തലത്തിൽ നൊമ്പരപ്പെടുന്ന ഈ സമൂഹത്തോട് ചേർന്നുകൊണ്ട്, കണ്ണുനീർ അനുഭവിക്കുന്ന ഈ ലോകത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കുവാനായിട്ട് സാധിക്കുമോ? മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, കർത്താവിനെ എന്റെ കർത്താവ്, രക്ഷിതാവ്, ദൈവവുമായി ഏറ്റുപറയുവാൻ, അവനു വേണ്ടി പരിക്കേൽക്കുവാൻ, അവനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവാ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധാത്മാവാ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസ് കഷ്ടപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെ മരിച്ചവരെ ന്യായവിധിപ്പാൻ ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പാവമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ വായിക്കട്ടെ. മിസ്റ്റർ ജോർജ് സി കോശി, മിസ്റ്റർ ജോർജ് ഊട്ടി ജെയിംസ്, മിസ്റ്റർ ഫിലിപ്പ് പിയേഴ്സ്, മിസ്റ്റർ ലിസമ്മ വിജയ്, മിസ്റ്റർ അനിൽ ഷിവേക്കർ, മിസ്റ്റർ ഈപ്പൻ മാത്യു, മിസ്റ്റർ ജോർജ് ഇ ജെ, മിസ്റ്റർ സിജു ജേക്കബ് വർഗീസ്, മിസ്റ്റർ ലിൻഡു എലിസബത്ത് ജോർജി, മിസ്റ്റർ ടെസി പോൾ, മിസ്റ്റർ തോമസ് ജോൺ, മാസ്റ്റർ ജേഡൻ ജേക്കബ് ജോർജ്, മിസ്റ്റർ മെൽവിൻ തരിയൻ ജേക്കബ്, മിസ് അമാരിസ് മേരി സൂരജ്, മിസസ് ആരതി മാത്യു, ഡോക്ടർ ഡെന്നി ചാണ്ടി, മിസ് മെലീറ്റ സാൻഡി, മിസ്റ്റർ ചെറിയാൻ വി സി, മിസ്റ്റർ ജോൺ പി സി, മിസസ് റോഷ്നി തോമസ്, മിസസ് ഷൈനി ടോണി, മിസസ് ആലിസ് തോമസ്, മാസ്റ്റർ ക്രിസ്റ്റഫർ ജോൺ ജോർജ്, മിസസ് അർപ്പിത ജോ, മിസസ് ഉഷ തോമസ്. കഴിഞ്ഞ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ വായിക്കട്ടെ. Mr. Sanjay Thomas Cherian and Mrs. Linu Cherian, Mr. Shell John and Mrs. Priya Shell, Mr. Ruben Thomas Matthew and Mrs. Preeta Thomas, Mr. Epan K and Mrs. Leelama Epan, Mr. Abraham John and Mrs. Shobha Abraham, Mr. Thomas K and Mrs. Princey Thomas. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ നാളുകൾ വർദ്ധിക്കുന്നത് നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. ദൈവമായ കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാളും വിവാഹ വാർഷികവും ആഘോഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ സ്നേഹത്തണലിൽ അവരെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. പുതിയ വർഷത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കുമ്പോൾ നിന്റെ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്തിൽ അനുകൂലമായ കർത്താവിന്റെ കൃപകൾ നിന്റെ മക്കളോട് ഓരോ ദിവസവും കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തണൽ തുടർന്ന് സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രതിസന്ധികൾ, ഭാരങ്ങൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ കർത്താവെ, ഞങ്ങളുടെ ലോകം കണ്ണുനീരിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാതെ ഭാരപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ, ആകുല ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ ഈ ദിവസങ്ങളിൽ കർത്താവെ, നിന്റെ മാർവിടമല്ലാതെ ഞങ്ങൾക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമില്ലല്ലോ. നിന്റെ സന്നിധി അല്ലാതെ ഞങ്ങൾക്ക് സമാധാനം പകരുന്ന മറ്റൊരു ഇടവുമില്ലല്ലോ. ഞങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിങ്കിലേക്ക് ഞങ്ങൾ ഹൃദയങ്ങളെ ഉയർത്തുന്നതാകാം. നിറയുന്ന മിഴികളുമായിട്ട്, തകരുന്ന ഹൃദയവുമായിട്ട് കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്ന നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതായ
ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചതായ, ഞങ്ങൾക്ക് വഴിയറിയാതെ ദിശയറിയാതെ ഭാരപ്പെട്ടു പോയ നിമിഷങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ്. ദയവായ കർത്താവെ, ഒരു ഉയർപ്പിന്റെ സന്തോഷം കൂടെ കാണുവാൻ നീ ഞങ്ങളെ ഇടയാക്കി. കർത്താവെ, മരണത്തിന് നിന്നെ ഒതുക്കുവാനായിട്ട്, നിന്നെ തളർത്തുവാനായിട്ട്, നിന്നെ തകർക്കുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. ദയവായ കർത്താവെ, കല്ലറകൾക്ക് നീ ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറമായിരുന്നു നാഥ. കർത്താവെ, മരണത്തെ കീഴ്പ്പെടുത്തി കല്ലറകളെ തുറന്നുകൊണ്ട് കല്ലുകളെ മാറ്റിക്കൊണ്ട് കർത്താവെ നീ ജയാളിയായി ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ, കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനാൽ ശക്തീകരിക്കപ്പെട്ട അനുഭവങ്ങൾ, ചിന്തകൾ ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ, ദൈവമായ കർത്താവെ, ഞങ്ങളുടെ തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ നൊമ്പരമാർന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ദൈവമായ കർത്താവെ, കണ്ണുനീരിലായിപ്പോയ ഒരു ജനത നീ മരണത്തെ അതിജീവിച്ചതുപോലെ ഈ മായയെ കർത്താവെ അതിജീവിച്ച് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇതിനെ അതിജീവിക്കുമെന്നുള്ള ഉറപ്പിലും പ്രത്യാശയിലും ഈ ദിവസങ്ങളിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവമായ കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ അനുഭവങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു നാഥ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഹോളി ട്രിനിറ്റി ഇടവക ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധനാ സമൂഹത്തിന്റെ ഭാഗമായി നീ നിയോഗിച്ചാക്കിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരങ്ങളിലുള്ളവരുണ്ട്, പ്രയാസങ്ങളിലുള്ളവരുണ്ട്, നൊമ്പരങ്ങളിലുള്ളവരുണ്ട്. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ എന്താണെന്ന് ഞങ്ങളെക്കാൾ അധികമായി നിനക്ക് അറിവുള്ളതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങൾ നിലവിളി കേൾക്കാതിരിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണുനീർ കാണാൻ കർത്താവെ മറ്റുള്ളവർക്ക് കഴിയാതിരിക്കുമ്പോൾ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായ, ഞങ്ങളുടെ വേദനയ്ക്ക് പരിഹാരം നൽകുന്നതായ നിന്റെ കരുണകളെയും കൃപകളെയും വീണ്ടും ഞങ്ങൾ അനുസ്മരിക്കുന്നതാ. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് അപ്പന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. കർത്താവെ, നിന്റെ കരുണ ഞങ്ങൾ പകരണമേ. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ നിലവിളിക്കുന്നു. ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ നിലവിളിച്ചതായ ഭർത്തിമാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന നിന്റെ പ്രകാശം ദൈവമായ കർത്താവെ, ഇന്ന് അന്ധകാരത്തിൽ ആണ്ടുപോയതായ ഈ ലോകത്തിന് ആവശ്യമാണ്. കർത്താവെ, പ്രയാസത്തിൽ ആണ്ടുപോയതായ ഈ ലോകത്തിന് നിന്റെ കനിവ് ആവശ്യമാണ്. രോഗത്തിൽ ആഴ്ന്നുപോയതായ ഈ ലോകത്തിന് നിന്റെ സൗഖ്യം ആവശ്യമാണ് നാഥ. കർത്താവേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയുകയില്ലല്ലോ. നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഫലമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് COVID-19 എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ സമസ്ത വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദയവായ കർത്താവ്, ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ അവിടുന്ന് സംരക്ഷിച്ചു നിർത്തിയിരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദയവായ കർത്താവ്, തുടർന്നും കർത്താവ് ഇതിന്റെ കരുണയുടെ ചിറകടിയിലായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിരവധി പേരുണ്ട് കർത്താവ്. യൂറോപ്പിലാകട്ടെ, ഗൾഫിലാകട്ടെ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാകട്ടെ ഒക്കെ കർത്താവ്, അമേരിക്കയിലാകട്ടെ ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒക്കെ ഈ ദിവസങ്ങളിലായിരിക്കുന്നു കർത്താവെ. അവരൊക്കെ വല്ലാത്ത ഭീതിയിലും വല്ലാത്ത ചിന്തകളിലും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവമേ, നിന്റെ താങ്ങുന്നതായ കരം, നിന്റെ കരുണയുടെ കരം നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകി കർത്താവ്. ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ടെന്ന് നിന്റെ വാഗ്ദത്തം ഞങ്ങൾക്കുണ്ട് നാഥ. നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദയവായ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലുള്ളത് സകലവും നിന്റേതാണ്. ഞങ്ങളുടെ ബന്ധങ്ങൾ നീ നൽകിയതാണ്, സകലവും നീ നൽകിയതാണ് നാഥ. ദയവായ കർത്താവേ, ഞങ്ങൾക്ക് സ്വയമായി അഹങ്കരിക്കുവാനൊന്നുമില്ല. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദയവായ കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ ഇരിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്.
കൊണ്ട് നിന്റെ കരങ്ങളിലേക്ക് തരുന്നു നാഥ. ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, മനസ്സിൽ വല്ലാത്ത ഭാരങ്ങളും ആകുലങ്ങളുമായി ജീവിക്കുന്നവരുണ്ട്, രോഗത്താൽ പിടിക്കപ്പെട്ടവരുണ്ട് നാഥ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവേ. മറ്റു ചികിത്സകൾക്കായി പുറത്തിറങ്ങാനൊന്നും കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ കർത്താവ്. വാർദ്ധക്യത്തിലായ ഞങ്ങളുടെ മാതാപിതാക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നെ താങ്ങുന്നതായ കരം, ആശ്വസിപ്പിക്കുന്ന കരം കർത്താവെ, ഞങ്ങളെ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരുന്ന് അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വിവാഹത്തിന്റെ ആവശ്യങ്ങൾ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈ ദിവസങ്ങൾ അതുമായി ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. അതുമായി ബന്ധപ്പെട്ട നിരവധി ആകുലതകളും സംശയങ്ങളും ഒക്കെ വരുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. ആ ക്രമീകരണങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് നടത്തപ്പെടുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവിന്റെ കാവലും കരുണയും വ്യാപിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ തണലിൽ അവിടുന്ന് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവപിതാവിന്റെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ദൈവമായ കർത്താവേ, തകരുന്ന ഹൃദയവുമായി പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നവരുണ്ട്, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിലെ വിള്ളലുകളിൽ പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ ദിവസങ്ങൾ ഞങ്ങൾ ഭവനങ്ങളിൽ ഒരുമിച്ച് ചിലവിടുന്നതായ നിമിഷങ്ങൾ ഞങ്ങളുടെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നതാകുവാൻ കർത്താവെ, ഞങ്ങളുടെ ചില നൊമ്പരങ്ങൾ മാഞ്ഞു പോകുന്നതാകുവാൻ കർത്താവെ, അലിയാകുന്നതായ ചില തടസ്സങ്ങൾ കർത്താവെ, അത് അലിഞ്ഞ പരസ്പര സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നായിത്തീരുന്ന ദിവസങ്ങളായി തീരുവാൻ അവിടെ നിങ്ങൾ ഇടയാക്കണം. എന്റെ പങ്കാളിയുടെ സൗന്ദര്യം കർത്താവെ, എന്റെ പങ്കാളിയുടെ ജീവിതത്തിൽ അവിടെ നൽകിയിട്ടുള്ളതായ മഹിമകൾ കർത്താവെ ഒന്നുകൂടെ തിരിച്ചറിയുവാൻ, ആഘോഷിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾക്ക് അവിടെ നൽകിയിട്ടുള്ളതായ മഹത്വത്തെ ഒന്നുകൂടെ ആഴത്തിൽ തിരിച്ചറിയുവാൻ, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ സൗന്ദര്യം കർത്താവിന്റെ ശ്രേഷ്ഠതകൾ ഒരിക്കൽ കൂടെ ആഴത്തിൽ ദർശിക്കുവാനും കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയതായ അമൂല്യനിധികളാണ് ഞങ്ങളുടെ മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞ് അവരെ ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ചുറ്റുപാടുകളെ ആകെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ മഹാമാരിക്ക് ശേഷം ഞങ്ങളെ കാത്തിരിക്കുന്നത് എന്ത് നിങ്ങൾ അറിയുന്നില്ല. സാമ്പത്തികമായ വലിയ പ്രതിസന്ധി ഞങ്ങളുടെ മുൻപിലുണ്ട് എന്ന് പറയപ്പെടുന്നു കർത്താവ്. ക്ഷാമങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു കർത്താവെ. എന്നാൽ ഞങ്ങൾ ഒന്ന് മാത്രം ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു നാഥ. ദൈവമായ കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തെ അറിഞ്ഞ ദൈവമാണ്, നീ ഞങ്ങളെ മെനഞ്ഞ് രൂപപ്പെടുത്തിയ ദൈവമാണ്, നീ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, ഈ ലോകത്തിന്റെ മറ്റാശ്രയങ്ങളിലൊന്നും ശരണം വെക്കാതെ നിന്നിലേക്ക് മാത്രം ശരണം വെച്ചുകൊണ്ട് കർത്താവേ, ഈ പ്രയാസങ്ങളുടെ മധ്യ ദൈവം എവിടെയെന്ന് അനേകർ ചോദിക്കുമ്പോൾ നിന്നിലുള്ളതായ വിശ്വാസത്തെ തള്ളിക്കളയാതെ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നാളെ ഒരു ശുഭഭാവി നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നുള്ളതായ ഉറപ്പിൽ ജീവിപ്പാൻ, നിന്റെ മുഖത്തേക്ക് നോക്കി അതിജീവിക്കുവാൻ, ഈ ലോകത്തിന്റെ പരാജയങ്ങളെ അതിജീവിപ്പാൻ, ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിപ്പാൻ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടെ കർത്താവേ, അവിടെ എവിടങ്ങളിലായിട്ടുള്ള ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ, സാമ്പത്തിക പ്രയാസങ്ങളാൽ, ജീവിതത്തിന്റെ വിവിധങ്ങളാൽ, ഞെരുക്കങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരെയും നാഥ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ കരുണയിൽ അവിടുന്ന് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നന്മകളാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവേ, പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നീയാണ് ഞങ്ങളുടെ ആശ്വാസം. നീ ഞങ്ങളുടെ അരികിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭാരവുമില്ല നാഥ. കർത്താവ്, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ലോകത്തിന്റെ പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുമ്പോൾ ആശ്വാസദായകനായി നീ ഞങ്ങൾക്ക് അരികിലുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് ഭാരമേതുമില്ല, ഞങ്ങൾക്ക് പ്രയാസമേതുമില്ല. ഈ വിഷയങ്ങളെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആശ്വാസദായകനായ കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കൈവിടാ
എന്തെന്തോ ഭാരങ്ങളേറി വന്നാൽ എന്നെ കൈവിടാൻ രോഗം പ്രയാസങ്ങളാ ഞാൻ ക്ഷീണിതനായിടുമ്പോ രോഗം പ്രയാസങ്ങളാ ഞാൻ ക്ഷീണിതനായിടുമ്പോ എന്നെ താങ്ങിക്കരങ്ങളിൽ കാത്തിടും യേശുവേ എന്നെ താങ്ങിക്കരങ്ങളിൽ കാത്തിടും യേശുവേ ആശ്വാസദായകനാ എനിക്ക് യേശു അരികിലുണ്ട് എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാതെ എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ ലോകത്തിൻ കേടുതികളിൽ ഞാൻ താളഴിയാകാതെ ലോകത്തിൻ കേടുതികളിൽ ഞാൻ താളഴിയാകാതെ എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനാ എന്നെ കാവൽ ചെയ്തിടും സ്നേഹിതനായി യേശുവേ ആശ്വാസദായകനാ എനിക്ക് യേശു അരികിലുണ്ട് എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാതെ എന്തെന്തോ ഭാരങ്ങളേറി വന്നാലും എന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നമ്മളെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർമ്മങ്ങളെയും പിതാവേ, അയോഗ്യരാടിയാരോട് സകലമനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരണയ്ക്കായിട്ടും ഞങ്ങൾക്ക് മഹാവിനവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതായ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലെയുള്ള കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വേണ്ടിയെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹൃദയങ്ങൾ മായം കൂടാതെയുള്ളവയായി തീരേണ്ടതിന് നിന്നെ സേവികളെ ഏൽപ്പിച്ച ആളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന്
നിന്റെ സകലങ്ങളുടെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരുടെ പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും ആകും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾ കൃപ തന്നിരിക്കുന്നു. 2 3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരയണമേ. കർത്താവ് പഠിപ്പിച്ചതായ പ്രാർത്ഥന ധൈര്യപൂർവ്വം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. യേശുവിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുക്കാം. ദോഷത്തിൽ ഞങ്ങളെ വിടുവിക്കുക. രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക അനുഗ്രഹവും കൂട്ടായ്മയും ഭാവനും നാം എല്ലാവരോടും നാം ഓർത്തു കാച്ച എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുന്നതായ ലോകത്തോടും ലോകത്തിന്റെ വീണ്ടെടുപ്പിനോടും അനുഗ്രഹത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഭവനങ്ങളിൽ ഈ ശുദ്ധാരാധന സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ മാസം 3-ാം തീയതി വരെ നമ്മുടെ ലോക്ക്ഡൌൺ എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണല്ലോ. ഒരുമിച്ച് ഭവനങ്ങൾ ചെലവിടുന്നതായ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കാം, ആരാധനയുടെ നിമിഷങ്ങളാക്കാം. കൂടുതലായി കർത്താവിൽ ബലപ്പെടുവാൻ, കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ, കൂടുതൽ സമയം വചന പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാനൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ കൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.